ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സബാന യഹിയ. അപ്പോൾ തന്നെ ഞാൻ കുറേ നാളായിട്ട് ലോങ് വീഡിയോസ് ഒന്നും ഇടാറില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഇൻഷാല്ല എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മൂന്നാമത്തെ ഞാൻ വിശ്വാസം ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ ഇത് 7th മന്തിലെ ചെറിയൊരു വളകാപ്പ് ഫംഗ്ഷൻ പോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത് ഡെക്കറേഷൻ, അതായത് നമ്മുടെ വാഴയിലയിൽ ഇപ്പോൾ ഇതാണല്ലോ ട്രെൻഡ്. അപ്പോൾ അതിനനുസരിച്ചുള്ള കുറച്ച് വളകാപ്പ് എന്നൊക്കെ എഴുതി അങ്ങനെ സ്വീറ്റ്സൊക്കെ കുറച്ച് വെച്ച് എൻ്റെ വീട്ടിൽ നിന്നും കുറച്ച് പേര്, എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ മാത്രം, അത്ര പേരുള്ളൂ കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെയാണും കൂടിയാണ് കേട്ടോ എനിക്ക് മൂന്നാമത്തെ സിസേറിയൻ ആയതുകൊണ്ട് ഇനി അങ്ങോട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ ഇത് ലാസ്റ്റത്തെയാണ് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഫംഗ്ഷൻ പോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യണം കേട്ടോ. ബാക്കി രണ്ടെണ്ണത്തിനും ചെയ്തിട്ടുണ്ട്, പക്ഷേ അങ്ങനെ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അന്നതുപോലെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇതെന്തായാലും ചെയ്യണമെന്ന് നല്ല പൂതി ഉണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇക്കാൻ്റെ താത്ത, അതുപോലെ കുട്ടീസ്, ഇത് കുട്ടികൾക്കും പുതിയൊരു അനുഭവമാണ്. അപ്പോൾ അവരും നല്ല ഇതിലാണ് കേട്ടോ. വളയിട്ട് തരിക, ചന്ദനം തേച്ച് തരിക, അങ്ങനെയൊക്കെ. ഇത് നമ്മൾ തമിഴ്നാട്ടിലേക്കാണല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡ് ഇതാണ് കേട്ടോ. എൻ്റെ ഫോണിൽ നോക്കി എങ്ങനെ വരുന്നുള്ളൂ. അപ്പോൾ ഇൻഷാല്ല എനിക്ക് എന്തായാലും ചെയ്യണം എന്നൊരു പൂതി ഉണ്ടായിട്ട് അങ്ങനെ ചെയ്യാണ് കേട്ടോ നമ്മളിത്. ഇപ്പോൾ ഇതാ കുട്ടികളും ചെറിയ ആളാണ് കേട്ടോ അത്, മാഷാഅല്ലാ. അവളും അങ്ങനെ ഒരു കുഞ്ഞിത്താത്ത ആവാൻ പോവുകയാണ്. നമുക്കിനി ഒരു 2 മാസം കൂടി കഴിഞ്ഞ ആൾ വരും കേട്ടോ. അപ്പോൾ ഇതാ വലിയ താത്തയും ചെറിയ താത്തയും എല്ലാ താത്തന്മാരും കൂടെ അങ്ങോട്ട് ഇട്ട് വെച്ച് തേച്ച് തരികയാണ് കേട്ടോ. അപ്പോൾ സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു. ഞാൻ കുറേ ആയിട്ട് ലോങ് വീഡിയോസൊന്നും ഇടാറില്ല, ഫോണിൽ സ്പേസ് ഇല്ല. പിന്നെ ഫോണിൽ അങ്ങനത്തെ കുറച്ച് പണി കൊണ്ട് ഞാൻ അങ്ങനെ ഇടാറില്ല. പിന്നെ ഇപ്പോൾ ഇത് ഫോണ് പുതിയത് എടുത്തപ്പോൾ അങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ വലിയ ഇക്കാൻ്റെ ഭാര്യയാണ്, അവളും വന്നിട്ടുണ്ടായിരുന്നു. ആളും ഡെലിവറി കഴിഞ്ഞ് രണ്ടാമത്തത് കുട്ടിക്ക് കുറച്ചായിട്ടുള്ളൂ കേട്ടോ, 1-2 മാസം ആയിട്ടുള്ളൂ. അവളും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കയും ഉണ്ടായിരുന്നു. പിന്നെ ചെറിയക്ക, ഇതാണ് കേട്ടോ വലിയ ആൾ, വലിയ അക്കാൻ്റെ വലിയ മോളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ അവളും അതുപോലെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഇത് കിടുമ്മ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും അത് നോക്കി നിൽക്കുകയാണ് കേട്ടോ. മേനൊക്കെ അവളൊക്കെ ചെയ്തു, എന്നാലും അവൾക്ക് ഇങ്ങനെ തേച്ച് തരുമ്പോൾ, ചന്ദനം തേച്ച് തരുമ്പോൾ ഒരു എങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഇത് പിന്നെ ചെറിയ ഇക്കാൻ്റെ വൈഫാണ് കേട്ടോ. അവൾക്കും ഇതുപോലെ പ്രഗ്നൻ്റ് ആണ്. അവൾക്കും 6 മാസം ആയിട്ടോ അവൾക്കും. അപ്പോൾ ഇൻഷാല്ലാ ഞങ്ങളുടെ 3 വീട്ടിലും അടുപ്പിച്ചുള്ള ഡെലിവറിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ 3 പേരും. ഇതാണ് ചെറിയ ആങ്ങള. അപ്പോൾ അവൻ ഇട്ട് തന്നിട്ടും വള ഇട്ട് തരുമ്പോൾ 5 ഇട്ട് തരും, 4 ഇട്ട് തരും പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് തരാം കേട്ടോ. പിന്നെ ചന്ദനം അങ്ങോട്ട് വാരി തേച്ച് തന്നു കേട്ടോ. അപ്പം മൂക്കിലും വായിലും പറഞ്ഞ പോലെ എല്ലാവിടെയും ആയിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ലാസ്റ്റ് എൻ്റെ എക്സ്പ്രഷൻ അങ്ങനെ അതാ എൻ്റെ ഉമ്മ അതുപോലെ മധുരം വെച്ച് തരാണ്. ആദ്യം എല്ലാവരും മധുരമാണ് കേട്ടോ വെച്ച് തരുന്നത്, പക്ഷെ ഉമ്മാൻ്റെ എന്തെങ്കിലും മധുരം വെക്കൽ പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ അതാ അത്ത അതുപോലെ അത്ത എനിക്ക് തന്നിട്ട് അത്തയും കടിച്ചു നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു രസമായിരുന്നു ആ വീഡിയോ എടുക്കുന്ന സമയത്ത്. പിന്നെ അത് അത്തയും എല്ലാവർക്കും ഇതൊരു പുതിയ അനുഭവമാണ് കേട്ടോ. നമ്മളിതുവരെ ആരും ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവർക്കും ഇതുപോലെ വളയിട്ട് തരിക, അങ്ങനെ ചന്ദനം തൊടുക എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു പുതിയ അനുഭവമാണ്. ഞങ്ങളുടെ കയ്യിൽ കേട്ടോ, പുറത്ത് എല്ലാവരും ചെയ്യണ്ടോയെന്ന് അറിയില്ല, നമുക്കൊരു പുതിയ അനുഭവമാണ്. അപ്പോൾ ഞാനത് അത്താനത്തെ മതി കൊണ്ട് അത്താൻ അങ്ങോട്ട് ആക്കി വിട്ടു കേട്ടോ. പിന്നെ ഇത് ഇപ്പയാണ് കേട്ടോ, ഇക്കാൻ്റെ ഉപ്പ അതുപോലെ ഞാൻ നല്ല തേച്ച് തരും കേട്ടോ, ഞാൻ അങ്ങനെ ഇട്ടരും ഇങ്ങനെ ഇട്ടരും എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ വേണ്ട കുറച്ച് തേച്ചാൽ മതി, എനിക്ക് ബോറാക്കണ്ടെന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടീസ് 2 അടുത്ത് നിന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ ആൾ കുറച്ച് മൂക്കിലാക്കി തന്നു കേട്ടോ. അതുപോലെ ഇത് അളിയനാണ്, അളിയനക്ക് വയ്യ കേട്ടോ. അപ്പോൾ അളിയൻ അധികം നിന്നില്ല, വേഗം തേച്ച് കൊണ്ട് പോയി. പിന്നെ അതെൻ്റെ സ്വീറ്റ് ഹസ്ബൻഡ്, എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു കേട്ടോ ആളിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കണം എന്ന്. ഇൻഷാല്ലാ അങ്ങനെ മൂന്നാമത്തേന് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ളൊരു ഇത് കിട്ടി. എനിക്ക് മൂന്നാമത്തെ സിസേറിയൻ ആയതുകൊണ്ട് ഇനി അങ്ങോട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഫോട്ടോസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലോങ് വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവർക്ക് ടാറ്റാ.